ഇന്ന് പല കല്യാണ വേദികളിലും ചെറുപ്പക്കാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ മനോരോഗത്തിന്റെ ലക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്, പുതിയ പുതിയ ചില പരിപാടി പുരുഷന്മാരെല്ലാം കാണുന്ന തുറന്ന വേദിയിൽ വന്ന് ഇരിക്കുകയും വരനും അവൻ്റെ കൂടെയുള്ളവരൊക്കെ വരൻ്റെ ഫോട്ടോ പതിച്ച് മുഖത്ത് ഇരുന്നിട്ട് അതിൽ നിന്ന് വരൻ ആരാണെന്ന് ഈ പെൺകുട്ടി സെലക്ട് ചെയ്യണം എന്ന പച്ച ഹറാം, പച്ചയായ ദീനീ വിരുദ്ധ പ്രവർത്തനം അല്ലാഹു തആല ഒരു നിലക്കും പൊരുത്തപ്പെടാത്തതും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ കടുത്ത തെറ്റുമായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നിരീശ്വരവാദികളല്ല, നിർമ്മതവാദികളല്ല, മതവിരോധികളല്ല, ഞാനും മുസ്ലിമാണെന്ന് പറയുന്ന കുടുംബങ്ങളാണ്. എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ അരങ്ങേറുന്നത്? വിവാഹം കഴിഞ്ഞ രാത്രി വരനും കൂട്ടരും വധുവിൻ്റെ വീട്ടിൽ ചെന്ന് ആ വീട്ടിലുള്ള പല സാധനങ്ങളും നശിപ്പിക്കുകയും സംസ്കാരശൂന്യമായി മദ്യപാനികൾ പ്രവർത്തിക്കുന്നത് പോലെ, കള്ളുകുടിയന്മാർ പ്രവർത്തിക്കുന്നത് പോലെ, മാനസിക രോഗികൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. എന്തേ ഇവരുടെ ബുദ്ധിയെല്ലാം എവിടെ പോയി? ശരിയായ മനോരോഗികളായി ഈ ചെറുപ്പക്കാർ അധപ്പതിച്ചു പോകുന്നത് കാണുമ്പോൾ കഠിനമായ വേദന തോന്നുകയാണ്. ഇതേപോലെ വിവാഹത്തിന്റെ മുമ്പും ശേഷവുമായി സുബ്ഹാനല്ലാഹ് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള ശറഇന് വിരുദ്ധമായ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നു. പാവപ്പെട്ട പലർക്കും ഇതിൻ്റെ പേരിൽ വിവാഹം തന്നെ ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ടു പോകുന്നു. നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ പരിശുദ്ധ ദീൻ പുരുഷന്മാർക്ക് സ്വർണം ധരിക്കൽ ഹറാമാക്കി, വെള്ളി ധരിക്കൽ ഹറാമാക്കി, വെള്ളിയുടെ ഒരു മോതിരം മാത്രം അനുവദിച്ചു. എന്തേ കാരണം? പാവപ്പെട്ട ആളുകൾക്ക്, കഴിവില്ലാത്ത ആളുകൾക്ക് അവരുടെ മനസ്സിന് വേദനയുണ്ടാകുന്ന വിധത്തിൽ ജനങ്ങൾ ഈ ഭംഗിയും ഈ പണവും പ്രകടിപ്പിക്കരുത് എന്നതല്ലേ അതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം. പക്ഷേ പണമുള്ളവർക്ക് പരിശുദ്ധമായ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന എത്ര നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. നമ്മളെ വീട്ടിൽ ഒരു മകളുടെ വിവാഹം അല്ലെ മകന്റെ വിവാഹം നടക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വീടുകളിൽ പാവപ്പെട്ട എത്ര പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ കഴിവില്ലാതെ നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിച്ചിട്ട് പടച്ചവന്റെ കാരുണ്യം സമ്പാദിക്കുന്നതിന് പകരം കിട്ടിയ ഈ സന്തോഷത്തിന്റെ സമയത്ത് വല്ലാത്ത അഹങ്കാരം പ്രകടിപ്പിച്ച് എന്തിനാണ് ജനങ്ങൾ നരകം വില കൊടുത്ത് വാങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നരകത്തിൽ കടക്കുന്ന കക്ഷികളെ സംബന്ധിച്ച് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നത്, ദാലിക്കും ബിമാ കുൻതും തഫറഹൂന ഫിൽ അർളി ബിഗൈറിൽ ഹഖ്, നിങ്ങൾ അവകാശമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ച കാരണം കൊണ്ടാണ് നിങ്ങൾ നരകാവകാശികളാകുന്നത്. വബിമാ കുൻതും തംറഹൂൻ, നിങ്ങൾ അഹങ്കാരം പ്രകടിപ്പിച്ച വകയിലുമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വലാ തംശി ഫിൽ അർളി മറഹ, നിങ്ങൾ അഹങ്കാരം പ്രകടിപ്പിച്ച് നടക്കാൻ പാടില്ല. ഉദ്ഖുലൂ അബ്വാബ ജഹന്നമ ഫീഹാ ഫബീസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കാരികളുടെ സങ്കേതം ജഹന്നമാകുന്ന നരകമാണ്. വിശ്വാസവും കൂടിയില്ലാതെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെങ്കിൽ ആ ജഹന്നമിൽ കാലകാലം താമസിക്കേണ്ടവരാണ്. ഇങ്ങനെയാണ് അഹങ്കാരികളായി ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. ഞാൻ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അല്ലാഹു തആല തരുന്ന വലിയ അനുഗ്രഹമാണ് സ്വത്ത്. അത് എങ്ങനെയെങ്കിലും ചെലവഴിക്കാനുള്ളതല്ല. അല്ലാഹു പറഞ്ഞില്ലേ, വലാ തൂതു സുഫഹാ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങൾക്ക് തരുന്ന സ്വത്ത് നിങ്ങളുടെ നിലനിൽപ്പാണ്. വർസുഖൂഹും ഫീഹാ വക്സൂഹും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ, അതെങ്ങനെ എവിടെ എത്ര ചെലവഴിക്കണമെന്ന് വിവരമില്ലാത്തവരുടെ കൈവശം നിങ്ങൾ പണം കൊടുക്കാൻ പാടില്ല. അവർക്ക് വേണ്ട വസ്ത്രവും ഭക്ഷണവും നിങ്ങൾ കൊടുത്തോളൂ. അങ്ങനെ പണം എവിടെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണമെന്നറിയാത്ത, വിവരമില്ലാത്ത, വിവരദോഷികളായ, വിഡ്ഢികളായ
ആളുകളുടെ കൈവശത്തിൽ പണം കൊടുക്കാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ് പണം. അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ, ആ സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അടുത്ത് ഉദിപ്പിക്കുന്ന ദിവസം ലാ തസൂലു ഖദമ ബിനി ആദം ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മോന്റെ കാലും നീക്കി വെക്കാൻ കഴിയില്ല. അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് അൻ ഉംരിഹി ഫീമ അഫ്നാ, ആയുസ് എവിടെയാണ് നശിപ്പിച്ചത് എന്നാണ്. നിന്റെ ആയുസ് കാലം എന്തിനു നശിപ്പിച്ചു? വഅൻ ശബാബിഹി ഫീമ അബ്ലാ, നിന്റെ യുവത്വം നീ ഏത് വിഷയത്തിൽ കളഞ്ഞു കുളിച്ചു? വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ, നിന്റെ സമ്പത്ത് നീ എങ്ങനെ സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? പിന്നീട് ചോദിക്കുന്ന ഒന്നാണ് വമാദാ അമില ഫീമാ അലിമ, പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു? അപ്പൊ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ പണം ചെലവഴിക്കുമ്പോൾ ഓരോ നയാകാശിനെ സംബന്ധിച്ചും ചോദ്യമുണ്ട് എന്ന ബോധം മുസ്ലിം സമുദായത്തിന് ഉണ്ടാകണം. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൽ ചോദ്യം ചെയ്യപ്പെടും. ആരോഗ്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നീ ആ ആരോഗ്യം കൊണ്ട് നിസ്കരിക്കുകയാണോ ചെയ്തത്? സുജൂദ് ചെയ്യുകയാണോ ചെയ്തത്? റുകൂഅ് ചെയ്യുകയാണോ ചെയ്തത്? അല്ല തുള്ളിക്കളിക്കുകയാണോ ചെയ്തത്? നിന്റെ ആരോഗ്യവും ശരീരവും എന്തിനു വേണ്ടി നീ നശിപ്പിച്ചു? അള്ളാഹുവിൽ ചോദ്യം ചെയ്യപ്പെടും. അവിടെ കാല് നീക്കി വെക്കാൻ കഴിയില്ല. ഈ ഒരു ബോധം മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകണം. അള്ളാഹു പഠിപ്പിച്ചു ആതിദൽ ഖുർബ, കുടുംബങ്ങൾക്ക് കൊടുക്കുക, ഹഖ്ഖഹു അവരുടെ അവകാശം കൊടുക്കുക, വൽ മിസ്കീൻ സാധുക്കൾക്ക് കൊടുക്കുക, വബിന സബീൽ യാത്ര പോകുമ്പോൾ വഴിയിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് കൊടുക്കുക, വലാ തുബദ്ദിർ തബ്ദീറ, അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന, അനാവശ്യം ചെലവഴിക്കുന്നവർ കാനൂ ഇഖ്വാന ശയാത്തീൻ, ശൈത്താനിന്റെ കൂട്ടാളികളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ, ശൈത്താൻ ആ ശൈത്താന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണ് ശൈത്താൻ. ആ ശൈത്താന്റെ കമ്പനിയാണ് അനാവശ്യമായി പണം ചെലവഴിക്കുന്നവർ. ആവശ്യത്തിന് എത്ര ചെലവഴിച്ചാലും അതൊരിക്കലും തബ്ദീർ അല്ല, ഇസ്രാഫ് അല്ല. മറിച്ച് ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. എത്ര സ്ഥലത്താണ് ഖുർആൻ പണം ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്? വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവഴിക്കുമ്പോൾ അമിതമായി ചെലവഴിക്കില്ല, അതേസമയത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമാ, അത് രണ്ടിൻ്റെയും മധ്യത്തിലുള്ള നിലവാരമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ നിലപാട് എന്ന് ഖുർആൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കണം. നന്ദിയുള്ളവരായി ജീവിക്കുന്നവരായി നമ്മുടെ സമുദായത്തെ നമ്മൾ സംസ്കരിച്ചെടുക്കുകയും വേണം. വാസ്തവത്തിൽ ഈ എൻ്റെ ചോറ് കാണണം എന്ന് വിചാരിക്കുന്നവർ മനോരോഗികളാണ്. സംശയം വേണ്ട. നിങ്ങളൊരു വീട്ടിൽ കയറി നോക്കൂ. അവിടെ ചെറിയ മന്ദബുദ്ധിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ ആ സമയത്ത് എന്തെല്ലാമോ ഗോഷ്ഠികൾ കളിക്കും. കാരണം ഞാൻ നല്ല ചോറുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നണോ വിചാരിച്ചിട്ടാണ്. ചെറിയ കുട്ടികളും അങ്ങനത്തെ നമ്മൾ ചെന്നാൽ അവർക്ക് ആ സമയത്ത് കുറെ ഓട്ടവും ചാട്ടവും തുള്ളലൊക്കെ ഉണ്ടാവും. കാരണം ശരിക്കും ബുദ്ധി ഉറക്കാത്തത് കൊണ്ടാണ്. ഈ ബുദ്ധി ഉറക്കാത്ത മനുഷ്യന്റെ സ്വഭാവമാണ് ഇന്ന് പല കല്യാണ വേദികളിലും ചെറുപ്പക്കാര് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ. മനോരോഗത്തിന്റെ ലക്ഷണമാണ്. ഈ മനോരോഗികളായി നമ്മുടെ ചെറുപ്പക്കാർ വളരുന്നതിന് പകരം അള്ളാഹു തന്നെ നിഅമത്തിനെ സംബന്ധിച്ച് ബോധവും ചിന്തയുമുള്ളവരായി ഇതിനെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതുണ്ട് എന്ന ബോധമാണ് നമുക്ക് വേണ്ടത്. ഇതായിരുന്നു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് വസിയ്യത്ത് ചെയ്യുന്ന സമയത്ത്, മോനെ വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക, നീ നടക്കുന്ന സമയത്ത് തുള്ളിച്ചാടി നടക്കാൻ പാടില്ല. നിന്റെ നടത്തം മിതത്വമുള്ള നടത്തമായിരിക്കണം.
വഗ്ളുദ് മിൻ സൗതിക, നീ ബഹളം വെക്കാൻ പാടില്ല, കൂക്ക് വിളിക്കാൻ പാടില്ല, ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. നിന്റെ സൗണ്ട് ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുന്നതായിരിക്കണം.